ഇപ്പോൾ ഡിവൈഎസ്പി നമ്മളോടൊപ്പം സിദ്ദിഖ് സാറ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാറേ, ശരിക്കും എന്താണ് സംഭവിച്ചത്? ഇവിടെ നല്ല ഇറക്കാണ്, അതുകൂടാതെ വളവാണ്. ഇപ്പോൾ ബസ് വന്ന സമയത്ത് ഓവർടേക്ക് ചെയ്യാൻ വേറൊരു വാഹനത്തിന് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി നിന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സൈഡിൽ ഡിവൈഡറിൽ തട്ടുള്ളൂ. ഇപ്പോൾ അവിടെ ആ ബനിയിട്ട് ആൾ നിൽക്കുന്ന അവിടെ ഡിവൈഡറിൽ തട്ടിയിട്ടുണ്ട്. ആ സ്പീഡ് കാരണം ശക്തമായിട്ട് ഇങ്ങോട്ട് വന്നതായിരിക്കാനാണ് സാധ്യത. നമ്മളിത് ആളുകളില്ലാത്ത സ്ഥലമായതുകൊണ്ട് നമ്മുടെ ഒരു പ്രിസംഷനാണ്. സാർ, അത് ഈ അമിത വേഗത്തിലായിരുന്നു. ഡിവൈഎസ്പി സിദ്ദിഖ് സാറാണ് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നത്. സാർ, ഇത് ബസ് അമിത വേഗത്തിലായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ബസ് അമിത വേഗത്തിലാവാൻ സാധ്യതയുണ്ട്. ഇവിടെ ഒന്നാമത് പ്രദേശവാസികളൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. മാത്രമല്ല എല്ലാവർക്കും അപകടം സംഭവിച്ചു. അപ്പോൾ ബസ് എന്തായാലും അമിത വേഗത്തിലാവാൻ സാധ്യത. നമ്മൾ ഒന്നാമത് ഇവിടെ ഇറക്കാണ്, പിന്നെ നല്ല വളവുണ്ട്. ആ സമയത്ത് മഴ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. മഴ ഉണ്ടായിരുന്നു, നല്ല മഴ ഉണ്ടായിരുന്നു. ഈ പ്രദേശത്ത് 26 പേരാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ വിവരം വെച്ചിട്ട്. 26 പേർക്കും പരിക്കുണ്ട്. അതിൽ എത്ര മരണം? ഒരാൾ മരണപ്പെട്ടു. അമിത വേഗതയിൽ പോകുന്നുണ്ട്. ഈ പ്രദേശത്ത് പരാതിയല്ല, ഇവിടെ വേറെ 1-2 ആക്സിഡന്റ് നേരത്തെ ഉണ്ടായിരുന്നു. 2 ആഴ്ചക്കകം 7 അല്ലെങ്കിലും ഇവിടെ ആക്സിഡന്റ് ഇടയ്ക്കിടയ്ക്ക് ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അതിന് കാരണം ഇത് ഇറക്കാണ്, രണ്ടാമത് നല്ലൊരു വളവുമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് പരാതി കിട്ടിയില്ല, അത് അന്വേഷിക്കാം. ഈ അപ്രോച്ച് റോഡിന്ന് ദേശീയപാതയിലേക്ക് കയറുന്ന ഭാഗം കൂടിയാണ്. ഈ ഇറക്കത്തിൽ വരുമ്പോൾ അതൊരു വലിയ അപാകതയായിട്ട് പറയുന്നത്. അതൊരു പ്രശ്നം തന്നെയാണ്. കാരണം ഇവിടുന്ന് ഈ പോക്കറ്റ് റോഡിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ഭാഗമാണ്. ഒരു പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്ത് മനസ്സിലായിട്ട് കണ്ടവരാരുമില്ല, കാരണം ഇവിടെ ഒന്നും വീടില്ലാത്തതുകൊണ്ട് കണ്ടവരാരുമില്ല. ഒരു പക്ഷേ ഇവിടുന്ന് ആരെങ്കിലും എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ ട്രാക്കിൽ വന്ന വാഹനം ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പുറകിൽ നിന്ന് ബസ് റൈറ്റിലേക്ക് കട്ട് ചെയ്യും. റൈറ്റിലേക്ക് അങ്ങനെ കട്ട് ചെയ്താൽ ഇതിൽ തട്ടാൻ സാധ്യതയുള്ളൂ. ഇതിൽ ഇടിച്ചതിന് ശേഷം അങ്ങോട്ട് പോയിട്ട് തലകുത്തി മറിഞ്ഞാണ്, അങ്ങനെയാണ് മനസ്സിലായത്. ആദ്യം ഇടിച്ചത് ഈ ഡിവൈഡറില്ല അല്ലേ? അങ്ങനെയല്ലേ? ഈ സൈഡിലെ ഡിവൈഡറിലാണ്. വേഗത ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇപ്പോൾ അതിനെക്കുറിച്ചിട്ട് കൃത്യമായിട്ട് വേഗത ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് പരിപൂർണമായിട്ട് പറയാൻ സാധിക്കില്ലെങ്കിലും ഒരു അത്യാവശ്യം വേഗത ഇല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല. എല്ലാവർക്കും പരിക്കുണ്ട്. ആ ബസ്സിൽ 26 പേരിൽ 26 പേർക്കും പരിക്കുണ്ട്. അപകടം നടന്നുടനെ നാട്ടുകാരുടെ ഒരു ഇടപെടലും രക്ഷാപ്രവർത്തനവും ഇടപെടലാണ് ഏറ്റവും വളരെ നമുക്ക് എടുത്തു പറയത്തക്ക രീതിയിൽ. കാരണം പോലീസ് സ്റ്റേഷൻ കുറച്ച് അപ്പുറത്താണല്ലോ. ഇവിടെ കണ്ടുവന്ന നാട്ടുകാരാണ് ആദ്യം വന്നിട്ട് ഇതിന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയതെല്ലാം ഈ നിൽക്കുന്ന നാട്ടുകാരും ബാക്കിയുള്ള ആളുകളും. നമ്മൾ ഇവിടുത്തെ 4 ഹോസ്പിറ്റലും പിന്നെ കോട്ടക്കൽ മിംസ് ഹോസ്പിറ്റലായിട്ടാണ് ആളുകളുള്ളത്. ഏതൊക്കെ ആശുപത്രികളാണ്? ഇവിടെ നമുക്ക് 4 ആശുപത്രി ഉണ്ട്, പിന്നെ താലൂക്ക് ആശുപത്രി ഉണ്ട്, അതുകൂടാതെ കോട്ടക്കൽ മിംസ് ആശുപത്രി ഉണ്ട്. മരിച്ച ആള് പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലെ പിന്നെ കോഴിക്കോട് പെരുവയൽ സ്വദേശിയാണെന്നുള്ളതാണ് കിട്ടിയ വിവരം. അത് തന്നെയാണ് പേരുണ്ട്, അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പേര് എൻ്റെ കയ്യിലില്ല. എന്തായാലും മരിച്ച വ്യക്തി പന്തീരങ്കാവ് സ്വദേശിയാണ് എന്നുള്ളതാണ് തിരൂർ ഡിവൈഎസ്പി സിദ്ദിഖ് സാറ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും അപകട കാരണമായി അദ്ദേഹം പറയുന്നത് വേഗതയും അതോടൊപ്പം ഈ പ്രദേശത്തിൻ്റെ ഒരു ഘടനയുമാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറഞ്ഞു വെക്കേണ്ടത്. എന്തായാലും ഇപ്പോൾ ഇതാ ബസ് അവിടെ നിന്ന് മാറ്റി അത് മറ്റൊരിടത്തേക്ക്, അതായത് അപ്രോച്ച് റോഡിലേക്ക് മാറ്റി അതിൽ നിന്ന് ഒഴിവാക്കേണ്ട സാധനങ്ങളൊക്കെ ഒഴിവാക്കാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതായത് ഇവർ പറഞ്ഞു വെച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പോൾ VS